പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തോളമായിട്ടുള്ള ബിജെപിയുടെ പ്രൈം ടാർഗറ്റ്. പലവഴിക്ക് രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ കേന്ദ്ര സർക്കാരും ബിജെപിയും കിണഞ്ഞ് പരിശ്രമിക്കുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ രാഹുലിനെ തോൽപ്പിക്കാൻ നോക്കിയ ബിജെപിക്ക് പക്ഷേ അടിതെറ്റി. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃത്വ പദവിയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതോടെ മറ്റു വഴികൾ തേടുകയാണ് ബിജെപി ചെയ്യുക. അതിലൊന്നാണ് വിവിധ കേസുകളിൽ രാഹുൽ ഗാന്ധിയെ പെടുത്തുകയും സ്വാധീനം ഉപയോഗിച്ച് ശിക്ഷ വാങ്ങി നൽകുകയും ചെയ്യുന്ന കലാപരിപാടി. അതിൽ പലവട്ടം തോറ്റ ബിജെപി പക്ഷേ ചിലയിടങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. മോദി സമുദായത്തെ അപമാനിച്ചു എന്ന കേസിൽ മാസങ്ങളോളം രാഹുൽ ഗാന്ധിയെ ലോക്സഭയ്ക്ക് പുറത്തു നിർത്താൻ ബിജെപിക്ക് സാധിച്ചത് അതിന്റെ ഉദാഹരണമാണ്. പിന്നീട് സുപ്രീം കോടതി ശിക്ഷ റദ്ദാക്കിയതോടെയാണ് രാഹുൽ ഗാന്ധിക്ക് തിരികെ MP സ്ഥാനം ലഭിച്ചത്. ഇതിനു പുറമെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പല കോടതികളിലുമായിട്ട് ഏകദേശം 16 കേസുകളിലാണ് രാഹുലിനെതിരെ ബിജെപിയും അവരുടെ പോലീസും കെട്ടിച്ചമച്ചത്. അതിലൊരു കേസിൽ നിന്ന് കൂടി രാഹുൽ ഗാന്ധി കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുകയാണ്. 12 വർഷം പഴക്കമുള്ള കേസിൽ നിന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നിരപരാധി എന്ന് കണ്ട് വിട്ടയച്ചത്. 2013 തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടക്കുമ്പോഴായിരുന്നു രാഹുലിനെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. മുസാഫിർ നഗർ കലാപവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ബന്ധമാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. കലാപത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്നും പ്രദേശങ്ങളിലെ ചില മുസ്ലിം യുവാക്കൾ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായിട്ട് ബന്ധമുണ്ട് എന്നുമാണ് രാഹുൽ ഗാന്ധി അന്ന് ആരോപിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ അഭിഭാഷകനായ മുഹമ്മദ് അൻവറാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ഫയൽ ചെയ്തത്. കഴിഞ്ഞ 12 വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് വ്യാഴാഴ്ച കോടതി രാഹുൽ ഗാന്ധി നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയച്ചത്. ഈ കേസിൽ രാഹുലിനെ കുടുക്കാൻ ബിജെപി തന്ത്രപൂർവ്വം ചില കളികൾ കളിച്ചതായിട്ടും കോൺഗ്രസ് കണ്ടെത്തിയിരുന്നു. കള്ളസാക്ഷികൾ അടക്കം ഇറക്കിയാണ് ബിജെപി രാഹുലിനെതിരെ കേസ് നടത്തിയത്. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ കോടതി നിരുപാധികം പ്രതിപക്ഷ നേതാവിനെ കേസിൽ നിന്നും മോചിപ്പിക്കുകയായിരുന്നു. നേരത്തെ മജിസ്ട്രേറ്റ് ഈ കേസിൽ തള്ളിയതിന് പിന്നാലെ RSS അനുഭാവികളായ ചില അഭിഭാഷകർ ജില്ലാ കോടതിയെ സമീപിക്കുകയായിരുന്നു. വർഷങ്ങളോളം ജില്ലാ കോടതിയിലും ഇത് സംബന്ധിച്ച കേസ് നടന്നുവെങ്കിലും ബിജെപി കരുതിയതുപോലെ ഒന്നും സംഭവിച്ചില്ല. എന്തായാലും ബിജെപി രാഹുൽ ഗാന്ധിയെ വെറുതെ വിടാൻ ഒരുക്കമല്ല എന്ന് ഉറപ്പാണ്. ഇനിയും 10-ലധികം കേസുകൾ രാജ്യത്തിന്റെ വിവിധ കോടതികളിൽ നിലനിൽക്കുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മോദിയുടെ അമ്മയെ അപമാനിച്ചു എന്നത് അടക്കമുള്ള കേസുകളും ബാക്കിയാണ്. അതിനിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കവേ ഏതെങ്കിലും ഒരു കേസിൽ രാഹുലിനെ ശിക്ഷിച്ചാൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം അഴിച്ചുവെപ്പിക്കാൻ സാധിക്കും എന്നാണ് ബിജെപിയുടെ കരുതൽ. അതിനുള്ള കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി റാലികൾ നയിക്കുന്നുണ്ടെങ്കിൽ അവിടെ ബിജെപി ഒരു കേസ് എന്തായാലും ഒപ്പിക്കും. രാഹുലിന്റെ പ്രസംഗം വീക്ഷിച്ച് കേസിലുള്ള വക ഒപ്പിക്കാൻ പ്രത്യേക ടീം വർക്ക് തന്നെ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഒന്നാകെ അപമാനിച്ചെന്ന രീതിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് തൊടാൻ പോലും മടിക്കുന്ന രാജ്യത്തെ പോലീസ് സംവിധാനം പക്ഷേ രാഹുലിന്റെ കാര്യത്തിൽ ബിജെപിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ്. നിലവിൽ ഒരു കേസിന്റെ ഭീഷണി കൂടി രാഹുൽ ഗാന്ധിയിൽ നിന്നും ഒഴിവായതിന് ആശ്വാസത്തിലാണ് അണികളും നേതാക്കളും എന്ന് പറയാൻ സാധിക്കും. നേരത്തെ നമ്മൾ കർണാടകയിലെ കാര്യം കണ്ടതാണ്. കർണാടകയെ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് വിവാദ പരാമർശത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ ഗുജറാത്ത് കോടതി ശിക്ഷിക്കുന്നത്. തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ടു. ഒടുവിൽ സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് രാഹുൽ ഗാന്ധിക്ക് തിരികെ MP സ്ഥാനം കിട്ടിയത്. സമാനമായ ചതികൾ ഇനിയും പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്കും പറയാൻ കഴിയുകയുള്ളൂ.